BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ടാണ് പാലക്കാട്ട് ക്യാമ്പ് ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചത് എന്നുള്ളത്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു നിയമസഭാ മണ്ഡലമായ ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥിക്ക് വൻതോതിൽ വോട്ട് കൂടിയതും ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഏറെ ജനകീയനായ ഒരാളാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയായിരുന്നു വോട്ട് അദ്ദേഹം അത്രയും നേടിയെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. പക്ഷേ BJPയെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കുന്ന ഈ രീതി തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത് എന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം അണികൾ കരുതുന്നത്. പാലക്കാട്ടെ BJPയുടെ തോൽവിയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും ഒഴിഞ്ഞു മാറിയിരുന്നു. താൻ മഹാരാഷ്ട്രയിലായിരുന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നും എല്ലാ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം മറുപടി നൽകിയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കും മാത്രമായിരിക്കും എന്നുള്ളതാണ്. പാലക്കാട് C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് തീർത്തും ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ BJPയിലെ പ്രമുഖരായ നേതാക്കൾ പോലും തിരിച്ചറിഞ്ഞത് എന്നുള്ളതും വളരെ വിചിത്രമായ കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു സംസ്ഥാന നേതൃത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചടി എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും കണക്കാക്കുന്നത്.